അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ട് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള തന്തൂരി ചിക്കൻ ആണ്. പിന്നെ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ ഓവൻ്റെയോ ഗ്രില്ലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഈ ഒരു തന്തൂരി ചിക്കൻ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഇനി നമുക്കിതൊന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പീസായിട്ടും എടുക്കാം കേട്ടോ. കുറച്ച് വലിയ പീസായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കിലോ ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ മൊത്തമായിട്ട് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ്റെ എല്ലാ സൈഡും ലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ഈ ചിക്കന് മാരിനേറ്റ് ചെയ്യാനുള്ള ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കുക. അതിനായിട്ട് ഒരു ചുറ്റു വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, 1 കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ നീര് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ നീര് മാത്രം എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കുന്നുണ്ട്. 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് തന്തൂരി മസാലയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ബേക്കേഴ്സിൻ്റെ തന്തൂരി മസാലയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തന്തൂരി മസാല മാത്രം ഇട്ടിട്ട് ചെയ്യുക. പക്ഷേ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ടും കൂടി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ തന്തൂരി മസാല എടുക്കുന്നത് 3 ടീസ്പൂൺ തന്തൂരി മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ മൊത്തമായിട്ടും അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലോട്ട് ഒരു പിഞ്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഫുഡ് കളർ ചേർത്തത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് കളയാം. അങ്ങനെ കളറും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതുപോലെ അതിൻ്റെ ആ ഒരു പീസൊന്നും ഒട്ടും തന്നെ ഇല്ലാണ്ട് വേണം ഇത് അടിച്ചെടുക്കാൻ. അപ്പോഴേ നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു മസാലക്കൂട്ട് നന്നായി പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ എല്ലാ സൈഡിലും ഈ ഒരു മസാലക്കൂട്ട് നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തണം നമ്മൾ ഈ ഒരു മസാലക്കൂട്ട്. അങ്ങനെ നമ്മൾ ചിക്കനിൽ മൊത്തമായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ. അപ്പോൾ ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചുരുങ്ങിയത് ഒരു 4-5 മണിക്കൂറെങ്കിലും ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഓവർനൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നല്ല രീതിയിൽ തന്നെ ഈ മസാലയൊക്കെ അങ്ങ് പിടിച്ചു കിട്ടും. അപ്പം നമ്മൾ ചിക്കൻ നല്ലവണ്ണം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ചിക്കൻ എടുത്ത് തുറന്ന് നോക്കാണ്. അപ്പം നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ ഇതിലുള്ള ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ പതുക്കെ ഇതൊന്ന് നീക്കി കൊടുക്കാം നമുക്ക്. ഇപ്പം നമ്മുടെ ചിക്കനിൽ ആ മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ച് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ചിക്കൻ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്താലോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പ്രഷർ കുക്കർ എടുക്കുക. എന്നിട്ട് ആ പ്രഷർ കുക്കറിൻ്റെ ടോപ്പില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള റബ്ബറും അതുപോലെ ഈ വിസിലും ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് കുക്കർ എടുക്കുക. അതിനടിയിൽ ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം പ്ലേറ്റ് വെക്കാൻ. അപ്പോൾ റിങ് വെക്കുന്നത് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. എന്നിട്ട് പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് അതിലോട്ട് ഇറക്കി വെക്കുക. എന്നിട്ട് കുക്കർ അടച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഈ ചിക്കന് വേവിച്ചെടുക്കേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തീ അങ്ങ് കൂട്ടി കൊടുക്കുക. അങ്ങനെ 5 മിനിറ്റിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 45 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയി കിട്ടും. പിന്നെ പല കുക്കറും പല ടൈപ്പാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറായി കിട്ടും. അരമണിക്കൂർ എന്തായാലും നിങ്ങൾ കുക്കർ അടച്ച് തന്നെ വെക്കുക. എന്നിട്ട് നിങ്ങൾ അരമണിക്കൂറിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ 45 മിനിറ്റ് കൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾക്ക് ചിക്കൻ കുക്കായി കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പാനിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ കുറച്ചൊഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഓൾറെഡി കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ പുറം ഭാഗം കൂടെ നമുക്കൊന്ന് നെരിച്ചെടുത്താൽ മതി.
അപ്പോൾ ഇതാ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തന്തൂരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതൊക്കെ അതേ രീതിയിലുള്ള ഒരു തന്തൂരി ചിക്കനാണ്. പിന്നെ ഇതിൻ്റെ മസാലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി മസാലയാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.